Hi everyone, welcome to a new episode of Climax Cinemas. എൻ്റെ പേര് ഭാഗ്യ and ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പത്തനാപുരത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. ഞങ്ങളുടെ ബിലവഡ് ക്ലയൻറ്റ് മിസ്റ്റർ ആലക്സിൻ്റെ വീടാണിത്. ഇവിടെ ഒരു അടിപൊളി തിയേറ്ററാണ് ഞങ്ങൾ ഒരുക്കിയേക്കുന്നത്. ആ കാണുന്ന ഓപ്പൺ ടെറസിൽ ഒരു വി ബോർഡ് പാർട്ടീഷൻ ഉപയോഗിച്ചാണ് ഈ തിയേറ്റർ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് സാറിൻ്റെ എക്സ്റ്റെൻസീവ് കളക്ഷൻ കാണാം. സാറ് കൊല്ലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന CDs, DVDs, ബ്ലൂറേസ്, കാസറ്റ് പ്ലെയേഴ്സ്, വൈനൽ റെക്കോർഡ്സ് വരെ ഇവിടെയുണ്ട്. സിയാൻ സിനിമാസ് എന്നാണ് ഈ തിയേറ്ററിന്റെ നെയിം. അലക്സ് സാറിന്റെ മകന്റെ നെയിമാണ് ഈ തിയേറ്ററിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വി ബോർഡ് പാർട്ടിഷൻ ചെയ്ത റൂമാണിത്. ഇതാണ് ഈ തിയേറ്ററിന്റെ എക്സ്റ്റീരിയർ. പണ്ട് വെറും ഒരു സിമ്പിൾ ഓപ്പൺ ടെറസ് സ്പേസ് ആയിരുന്ന ഏരിയയെ നമ്മൾ സാറിൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ആയിട്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അസൈഡ് ഫ്രം ഓൾ ദിസ്, ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഈ റൂം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു നോർമൽ റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ലെയർ വി ബോർഡ് പാർട്ടീഷൻ വെച്ച് അതിൻ്റെ ഉള്ളിൽ റോക്ക് വൂൾ കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ റൂമിൻ്റെ സൗണ്ട് പ്രൂഫിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ട്രൂ കളക്ടർ തന്നെയാണ് അലക്സ് സാർ എന്ന് നമുക്ക് മനസ്സിലാവും. സാറിൻ്റെ ഇത്രയും എക്സ്റ്റെൻസീവ് ആയ മൂവി ഷീൽഡ് കളക്ഷനും അതുപോലെ പഴയ പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ. തിയേറ്ററിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് 20x14 ഫീറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യം ഗസ്റ്റ് വന്നാലും ഇവിടെ ആംപിൾ സ്പേസിംഗ് ഉണ്ട് അകത്ത്. ഈ തിയേറ്ററിൽ കയറുമ്പോൾ തന്നെ വേറൊരു ലോകത്ത് വരുന്നൊരു ഫീലാണ്. അത്രയും ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് ആണ്. പ്രമുഖ കമേഴ്ഷ്യൽ തിയേറ്റേഴ്സിൽ കാണുന്ന ഡിസൈനിന്റെ ഇൻസ്പിറേഷൻ എടുത്താണ് ഈ തിയേറ്ററിന്റെ ഡിസൈനും ചെയ്തിരിക്കുന്നത്. സിൽവർ, ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ പാലറ്റിൽ എലിവേറ്റഡ് സ്ലാന്റഡ് പാനലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആൻഡ് അതിന്റെ ഡിസൈൻ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ റിക്ലൈനർ ചെയർസും ചെയ്തിരിക്കുന്നത്. കമ്മിങ് ടു ദി അക്കോസ്റ്റിക്സ്, 4 ലെയർ സൗണ്ട് ട്രീറ്റ്മെന്റ് ആണ് ഈ റൂമിന് നൽകിയിട്ടുള്ളത്. ഈ കാണുന്ന ബ്ലാക്ക് പെറ്റ് പാനൽസും ബാക്കി മുഴുവൻ അക്കൂസ്റ്റിക് ഫാബ്രിക് ആൻഡ് പോളിഫൈബർ വൂൾ യൂസ് ചെയ്താണ് ഇവിടെ സൗണ്ട് ട്രീറ്റ്മെന്റ് നൽകിയിരിക്കുന്നത്. ഈ ഡിസൈൻ ഈ തിയേറ്ററിന് കുറച്ചുകൂടി ഡെപ്ത് തോന്നിക്കുക മാത്രമല്ല ഇവിടുത്തെ സൗണ്ട് റീപ്രൊഡക്ഷനെ ഓപ്റ്റിമലായി ഇരിക്കാനും സഹായിക്കും. സൗണ്ട് പ്രൂഫിംഗിന്റെ ഭാഗമായി അക്കൂസ്റ്റിക് ഡബിൾ ഡോറും നൽകിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ സ്ക്രീനിന്റെ ബാക്കിലായി ഒരു ഫ്രണ്ട് ക്യാബിനറ്റ് വരുന്നുണ്ട്. 2 ഫീറ്റ് പ്ലസ് സ്പേസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 2 ടവർ സ്പീക്കറും ഒരു സെന്റർ സ്പീക്കറുമാണ് ഇതിന്റെ ഉള്ളിൽ ഹൗസ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂച്ചർ പ്രൂഫിങ്ങിനായി സബ് വൂഫറിനുള്ള ഒരു പ്രൊവിഷനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റ് പ്രഷർ ബിൽഡപ്പ് ഒന്നും വരാത്ത രീതിയിലാണ് ഇവിടെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് തന്നെ ഇവിടുത്തെ മിനിമൽ ലൈറ്റിംഗ് ആണ്. റിസെസ്ഡ് വാൾ ലൈറ്റ്സ്, റൈസർ ലൈറ്റ്സ്, സ്പോട്ട് ലൈറ്റ്സ് ആൻഡ് എക്സിറ്റ് ലൈറ്റ്സ് മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ആംബിയൻസിനെ നിലനിർത്തിക്കൊണ്ട് സ്ക്രീനിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ബിൽഡ്. മിനിമൽ ബ്ലൂ ആൻഡ് മോസ്റ്റ്ലി വാം ടോൺ ആയിട്ടാണ് ഇവിടുത്തെ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടുത്തെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. And it does a great job. ഇനി സീലിംഗിലേക്ക് നോക്കിയാൽ ഇവിടെ ഡാർക്ക് എസ്തെറ്റിക്സ് ആണ് വരുന്നത്. ലൈക്ക് മോസ്റ്റ് തിയേറ്റേഴ്സ്, കസ്റ്റം 2x2 പെറ്റ് പാനൽസ് വെച്ചിട്ടാണ് ഈ സീലിംഗിനെ കവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ മേളിൽ ഒരു പോളിഫൈബർ കവറിംഗ് കൂടെ വരുന്നുണ്ട്. സൗണ്ട് റിഫ്ലക്ഷൻ മാത്രമല്ല ഇവിടെ ലൈറ്റ് റിഫ്ലക്ഷനും മിനിമൽ ആക്കാൻ ഈ കളർ സഹായിക്കും. താഴെ ഫ്ലോറിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ലഷ് പ്രീമിയം കാർപ്പറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് കംഫർട്ട് നൽകാൻ വേണ്ടി മാത്രമല്ല സൗണ്ട് റിഫ്ലക്ഷൻ ഒഴിവാക്കാനും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റൈസേഴ്സും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബാക്കിലിരിക്കുന്നവർക്ക് ഒരു തടസ്സമില്ലാണ്ട് സിനിമ കാണാൻ പറ്റും. അപ്പോൾ താഴെ മേളിലുമായിട്ട് ടോട്ടൽ 8 റിക്ലൈനേഴ്സ് ആണ് വരുന്നത്. ഇത് കസ്റ്റം മെയ്ഡ് ഫ്രം റിക്ലൈനേഴ്സ് ഇന്ത്യ ആണ് ആൻഡ് ദർ മെയ്ഡ് ഇൻ ടാൻ കളർ. തിയേറ്ററിന്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ഇന്നർ സ്പേസ് കാണാം. ഈ തിയേറ്റർ പ്ലാനിങ് ചെയ്തപ്പോൾ ഇവിടെ സിസ്റ്റം വെച്ച് വേറെ ഒരു ഇന്ററപ്ഷൻസ് വരാണ്ടിരിക്കാൻ തന്നെയാണ് ഈ സ്പേസ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇവിടെ വരുന്ന AV റാക്കിൽ എല്ലാ കമ്പോണൻസും നമുക്ക് കാണാം. ലൈക്ക് ദിസ് റെക്കോർഡ് പ്ലെയർ, CD പ്ലെയർ, ബ്ലൂറേ പ്ലെയർ, കാസറ്റ് പ്ലെയർ ആൻഡ് AV റിസീവർ. ഇതിന്റെ ബാക്കിലായിട്ട് ഒരു അഡീഷണൽ UPS കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സർ ഒരു മൂവി ലവർ മാത്രമല്ല ഒരു മ്യൂസിക് ലവറും കൂടെയാണെന്നുള്ള എലിമെന്റ്സ് നമുക്ക് എല്ലാം ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. സോ നമുക്കിനി തിയേറ്ററിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് പോവാം. നിങ്ങളൊരു തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന പ്രോഡക്ട്സ് ചെക്ക് ഔട്ട് ചെയ്യണം.
സോ ഫോർ ദ പ്രൊജക്ടർ ഇവിടെയുള്ളത് ഒരു BenQ 5700 ആണ്. ഒരു മിഡ് ഫ്ലാഗ്ഷിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മോഡലാണ് ഇത്. ബട്ട് ഫോർ എ 4K പ്രൊജക്ടർ ഇത് സ്റ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 4K UHD റെസൊല്യൂഷനിന് പുറമെ 100% DCI P3 ആൻഡ് REC 709 കവറേജ് കൂടെയാണ് ഈ പ്രൊജക്ടർ നൽകുന്നത്. ഈ പ്രൊജക്ടറിന്റെ ലൈഫ് ലൈക്ക് കളേഴ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഹ്യൂജ് 150 ഇഞ്ച് സ്ക്രീൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സ്പീക്കേഴ്സ് ഉള്ളത് കൊണ്ട് എലീറ്റിന്റെ അക്കൂസ്റ്റിക് ട്രാൻസ്പെറന്റ് വോവൻ സ്ക്രീൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. So overall, with the BenQ 5700 projector and Elite Screen's 150-inch acoustic transparent woven screen, every image is larger than life and bursts with detail. അത് നിങ്ങളൊരു latest blockbuster or a classic film കാണുകയാണെങ്കിലും you will be amazed by the vibrant colors, crisp details and immersive visuals that our home theaters have to offer. ഇവിടുത്തെ ഓഡിയോ കൺഫിഗറേഷൻ ചെയ്തിരിക്കുന്നത് 7.1.2 എന്ന രീതിയിലാണ്. ഈ ഒരു കൺഫിഗറേഷൻ പവർ ചെയ്യുന്നത് മറാൻസിന്റെ സിനിമ 50 AVR ആണ്. 9 ചാനൽ ആംപ്ലിഫിക്കേഷൻ നൽകുന്ന ഈ AVRന് 110 വാട്ട്സ് പെർ ചാനൽ ആണ് പവർ ഔട്ട്പുട്ട് വരുന്നത്. ഈ കാണുന്ന മാസീവ് 150 ഇഞ്ച് സ്ക്രീനിന്റെ ബാക്കിലായിട്ടാണ് നമ്മൾ LCR സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിൻ ടവർ സ്പീക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിപ്ഷിന്റെ RP8000 F2 ആണ്. ക്ലിപ്ഷിന്റെ ക്ലാസിക് കോപ്പർ കോൺ ഡിസൈനും എക്സെപ്ഷണൽ പെർഫോമൻസുമാണ് ഈ ടവർ കാഴ്ചവെക്കുന്നത്. 35 Hz to 21 kHz വരെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് വിത്ത് എ സെൻസിറ്റിവിറ്റി ഓഫ് എ വൂപ്പിംഗ് 97 decibel. ഇവിടെ സെന്റർ ചാനൽ വരുന്നത് ക്ലിപ്ഷിന്റെ RP500C2 എന്ന ന്യൂ മോഡലാണ്. ഡ്രൈവർ വൈസ് സിമിലർ ആയതുകൊണ്ട് തന്നെ ടിമ്പർ മാച്ചിങ്ങിന് ഒരു കുഴപ്പവും പ്രശ്നവും വരില്ല. വോക്കൽസ് എല്ലാം റിയൽ ആൻഡ് ലൈഫ് ലൈക്ക് ആയി തോന്നിക്കുന്ന രീതിയിലാണ് ഈ സെന്റർ ചാനലിലെ സ്പീക്കേഴ്സ് ഡയലോഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. സൈഡ് ആൻഡ് ബാക്ക് സറൗണ്ട്സിൽ 4 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇതെല്ലാം ക്ലിപ്ഷിന്റെ തന്നെ RP500 M2 സ്പീക്കേഴ്സ് ആണ്. ഇതിൽ നിന്ന് വരുന്ന എഫക്ട്സ് നല്ല ക്വാണ്ടിറ്റി ആൻഡ് ഡെപ്ത് ഉള്ള സ്പീക്കേഴ്സ് ആണ് ഞങ്ങൾക്ക് തോന്നി. 50 Hz to 25 kHz വരെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് സെൻസിറ്റിവിറ്റി വരുന്നത് 92 decibel. സ്റ്റാൻഡ് അലോൺ ആയി സ്റ്റീരിയോ പെയർ ആയി യൂസ് ചെയ്യാനും ക്ലിപ്ഷിന്റെ RP500 M2 സ്പീക്കേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. സ്പീക്കർ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഡോൾബി ആറ്റ്മോസ് ഓവർഹെഡ് സീലിംഗ് സ്പീക്കറായിട്ട് നമ്മളിവിടെ പോക്കിന്റെ RC80i സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് 8-inch സ്പീക്കേഴ്സ് ഇൻ ഇറ്റ് സെഗ്മെന്റ്. 8-inch വൂഫറും 1-inch സോഫ്റ്റ് ഹോം ട്വീറ്ററുമാണ് ഇതിനുള്ളത്. ഈ ഒരു തിയേറ്ററിൽ നമ്മൾ സബ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പോക്കിന്റെ 12-inch പവർ ഹൗസ് ആയ HTS12 എന്നുള്ള മോഡലാണ്. 400 വാട്ട്സ് പവർ ഔട്ട്പുട്ട് തരാൻ ശേഷിയുള്ള ഈ സബിന് 22 Hz ഡീപ് ബേസ് നോട്ട്സ് വരെയും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്. ഈ സബ് വൂഫർ തിയേറ്ററിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് കൺഫിഗർ ചെയ്തിരിക്കുന്നത്. സൗണ്ട് സ്റ്റേജ് ഇൻക്രീസ് ചെയ്യാനും എല്ലാ മൂവി ഇമ്പാക്റ്റും നമ്മളിലേക്ക് എത്തിക്കാനും പോക്ക് HTS12 വളരെ എളുപ്പമാണ്. ഇവിടെ മീഡിയ പ്ലെയർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് NVIDIA Shield TV Pro, സാംസങ് ബ്ലൂറേ പ്ലെയർ, പിന്നെ സാറിന്റെ തന്നെയായിട്ടുള്ള ഓഡിയോ കാസറ്റ് പ്ലെയർ, ടേൺ ടേബിൾ ആൻഡ് ഒരു മറാൻ CD പ്ലെയറും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരം അലക്സറിന്റെ വീട്, അലക്സറിന്റെ തിയേറ്റർ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഫൈനലി അലക്സറും ഫാമിലിയാണ് ഇപ്പൊ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അറിയാം. അപ്പൊ സർ, ഈ തിയേറ്റർ ഉണ്ടാക്കാനുള്ള ഡിസിഷനും പിന്നെ ക്ലൈമാക്സ് സിനിമാസ് ആയിട്ടുള്ള കോൺടാക്ട് ഇതൊക്കെ എങ്ങനെയാണ് വന്നത്? നമ്മളൊന്ന് പ്രോസസ്സ് അറിയിക്കും. 2015 ഞാൻ ആദ്യം ഹോം തിയേറ്റർ ചെയ്യുന്നത്. അതെൻ്റെ പഴയ വീട്ടിലായിരുന്നു. ഈ വീട്ടിലോട്ട് താമസം മാറിയിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞു. അപ്പം ഞാനിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു റൂം ഇല്ലാത്തതുകൊണ്ട് തിയേറ്റർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ ഒരുപാട് ഹോം തിയേറ്റർ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ ഇൻസ്പയറായി ഏതെങ്കിലും ഒരു തിയേറ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ക്ലൈമാക്സ് സിനിമാസുമായിട്ട് കോൺടാക്ട് ചെയ്ത് അനന്തുവിനെ കിട്ടി. അനന്തുമായിട്ട് സംസാരിച്ചു. അനന്തു ഇവിടെ വന്ന് സൈറ്റൊക്കെ കണ്ടു. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഓപ്പൺ ടെറസി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് കുഞ്ഞുനാൾ മുതലേ സിനിമയോടും പാട്ടിനോടൊക്കെ ഭയങ്കര ക്രേസ്. അപ്പം സിനിമ കാണുമ്പോൾ അത് ബിഗ് സ്ക്രീനിൽ തന്നെ കാണണമെന്ന് ഈ ഹോം തിയേറ്ററൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ തന്നെ തോന്നി. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം തിയേറ്റർ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ കുറേ നാൾ പടം കാണാതിരുന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. TV കണ്ടപ്പോൾ അത്രയ്ക്കൊരു ഒരു വൈബ് വന്നില്ല. അപ്പോൾ ഒരു ഹോം തിയേറ്റർ ചെയ്യണമെന്ന് പിന്നെ ഒരു ഐഡിയ തോന്നി. അങ്ങനെയാണ് ഞാൻ അതുമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പം എന്തായാലും അവർ ഞാൻ ഉദ്ദേശിച്ചാലും നല്ലതായിട്ട് അവർ എനിക്ക് തിയേറ്റർ ചെയ്തു തന്നു. പിന്നെ അക്കോസ്റ്റിക് ആണെങ്കിലും സൗണ്ട് പ്രൂഫ് ആണെങ്കിലും എല്ലാം ബെറ്ററാണ്. ഡിസൈൻ ആണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനെ ഇരട്ടി ഡബിളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം. പിന്നെ അതുപോലെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാനും അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റൂം പിന്നെ സാധാരണ ബെഡ്റൂമിൽ വെച്ച് കേൾക്കുമ്പോൾ ആ ഒരു എന്താ പറയുന്നത് ഭയങ്കര എക്കോയും എല്ലാം കൂടെ വന്നിട്ടൊരു വല്ലാത്തൊരു ന്യൂസൻസ് ആയിരുന്നു. ഇതിപ്പോൾ ഇതിനകത്തിരുന്ന് പാട്ട് കേൾക്കുമ്പം
ആ പാട്ടിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നല്ലതായിട്ട് കിട്ടും. CD ആണെങ്കിലും റെക്കോർഡാണെങ്കിലും കാസറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും നല്ലതായിട്ട് കിട്ടും. എന്തായാലും ക്ലൈമാക്സ് സിനിമയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് വർക്കാണ്. നല്ല നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ പാറ്റേൺ എനിക്ക് കിട്ടുകയും ചെയ്തു. സൗണ്ടായാലും പിക്ചർ ക്വാളിറ്റി ആയാലും എല്ലാം ബെറ്ററാണ്. അപ്പോൾ ഇത്രയൊക്കെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇത് ക്ലിയർ ആണ്, സാർ ഒരു പ്രോപ്പർ മൂവി ലവറാണ്. മാം എങ്ങനെയാണ്? മാം ഒരു മൂവി ലവറാണോ? ആൻഡ് ഈ ഒരു തിയേറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് മാമിൻ്റെ ഡിസിഷൻ എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞുതരും. അപ്പം മ്യൂസിക്കിൻ്റെ കാര്യമാണേലും ഫിലിമിൻ്റെ കാര്യമാണേലും ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സായിരുന്നു. അപ്പോൾ ആദ്യം തിയേറ്റർ തുടങ്ങുന്നത് വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ക്ലൈമാക്സ് സിനിമയെ സമീപിച്ച് അത് കഴിഞ്ഞ് ഈ പാറ്റേൺ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. സൗണ്ടിൻ്റെ കാര്യമായിരുന്നു. എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു, മ്യൂസിക് എനിക്ക് ഇഷ്ടമാണെങ്കിലും ഒരുപാട് നോയ്സൻസായിട്ട് തോന്നത്തക്ക രീതിയിൽ സൗണ്ട് വരരുതെന്നുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സാറ്റിസ്ഫൈഡാണ്, കംഫർട്ടാണ്. സിയാൻ സിനിമാസ് സ്വന്തം പേരിൽ ഒരു തിയേറ്റർ കിട്ടാനുള്ള ഭാഗ്യം അധികം ആൾക്കാർക്കില്ല. അപ്പോൾ സിയാൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കണ്ടത് ബ്രഹ്മയോഗമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലതായിരിക്കുമെന്ന്. നമ്മൾ സാധാരണ തിയേറ്ററിൽ കാണുമ്പോൾ ഈ സറൗണ്ട് സൗണ്ട്സ് കിട്ടാറില്ല. അതായത് ഈ നോയ്സ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നൊക്കെ വരുന്നത് ചിലപ്പം ഭയങ്കര ചെതറി വരും, അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സൗണ്ടായിരുന്നു കിട്ടുന്നത്. 360 സറൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ സ്വന്തം പേരിൽ തിയേറ്റർ വന്നു, അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാനും ചേച്ചിയും കൂടെ പറഞ്ഞിട്ടാണ് അപ്പോൾ തിയേറ്റർ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും നിർബന്ധിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തിയേറ്റർ ഇല്ലാതിരുന്നപ്പോൾ ഭയങ്കര ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു. കാരണം വലിയ വലിയ സിനിമയൊക്കെ ഈ തിയേറ്ററിൽ കാണേണ്ടതാണല്ലോ. അപ്പോൾ എല്ലാ സിനിമയും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് കണ്ടപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് അങ്ങനെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ടു. നല്ല ഡിസൈൻ, നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഹായ് സിൻഡ്ര. ഹായ്. അപ്പോൾ ഈ തിയേറ്റർ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ മൂവി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പിന്നെ സിൻഡ്രയും ഡാഡിനെ പോലെ ഒരു മൂവി ലവറാണോ? ഞാനൊരു മൂവി ലവർ തന്നെ. എനിക്കും ഇതുപോലെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അപ്പ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനും അനിയനും കൂടെ ഡിസ്കസ് ചെയ്തപ്പം ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ അപ്പായോട് പറഞ്ഞു, അങ്ങനെ നിർബന്ധിപ്പിച്ച് അങ്ങനെ തിയേറ്റർ ചെയ്തു. ഹോം തിയേറ്റർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നേരത്തെ ഉള്ള വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പം ഇല്ലാഞ്ഞപ്പോൾ ഒരു മിസ്സിങ് പോലെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഫോട്ടോസ് എല്ലാം കണ്ടപ്പം. അപ്പോൾ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേനും ഈ തിയേറ്റർ ഡിസൈനും അതും കാര്യങ്ങൾ സൗണ്ട് സിസ്റ്റം എല്ലാം അടിപൊളിയാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഇത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചപ്പം. അപ്പം എനിക്കിതുപോലെ ഇതിൻ്റെ പണിയൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഡിസൈനും എല്ലാം കാണിച്ചു തന്നപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനപ്പോൾ നേരിട്ട് വന്ന് കണ്ടപ്പോഴത്തേനും പിക്കിൽ കണ്ടതിനെക്കാട്ടിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സിനിമ കണ്ടപ്പോഴത്തേനും അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാധാരണ തിയേറ്ററിൽ കാണുന്നതിനെക്കാട്ടിലും ഇവിടെ ഇരുന്ന് കാണുമ്പം കറക്റ്റ്, ഇപ്പോൾ സ്പോട്ട് ഡമ്മിങ്ങുള്ള സിനിമയാണെങ്കിലും കറക്റ്റ് ആ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസും സൗണ്ടും പോലും അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ ഓവറോൾ ഡിസൈൻ ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. But Climax Cinemas isn't just about movies. It's about our music too. With our carefully calibrated acoustics and premium audio equipment, whether you're listening to an orchestra or a rock band, you're gonna feel like you're just there in the recording studio or concert hall. So, if you're ready to experience the magic of home entertainment, look no further than Climax Cinemas. Contact us today to schedule a demo and experience the magic yourself. We're available all across South India and we also provide EMI facilities.
So be sure to check out all our other videos. And until next time, I'm signing off. Bye bye.